ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ. ഗംഗാ നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ് മുഖ് ഗുഹ. ഗംഗാ നദി ഒഴുകിത്തുടങ്ങുമ്പോൾ ഭഗീരഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ച് അളകാനന്ദ നദിയുമായി കൂടിച്ചേരുന്നു. ഈ രണ്ട് നദി, അതായത് ഭഗീരഥി നദിയും അളകാനന്ദ നദിയും ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് ഗംഗ എന്ന പേര് ലഭിക്കുന്നത്. അളകാനന്ദ നദിയും ഭഗീരഥി നദിയും കൂടിച്ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്, സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മന്ദാദേവി കൊടുമുടിയിലുള്ള ഹിമനദിയിൽ നിന്നാണ് അളകാനന്ദ നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രിക്ക് തെക്കുള്ള ഹിമഗുഹയായ ഗോമുഖിൽ നിന്നാണ് ഭഗീരഥിയുടെ ഉത്ഭവം. ഗംഗാ നദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രധാന നഗരങ്ങൾ ദേവപ്രയാഗ്, ഹരിദ്വാർ, ഋഷികേശ്, കാൺപൂർ, കനൗജ്, അലഹബാദ്, മിർസാപൂർ, ഗാസിപൂർ, പാട്ന, ഭഗൽപൂർ, കൊൽക്കത്ത. ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളായ ഹരിദ്വാറും ഋഷികേശും ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ പട്ടണം ഡെറാഡൂൺ. 2000 നവംബർ 9 ഉത്തർപ്രദേശിൽ നിന്ന് വേർപിരിഞ്ഞാണ് ഉത്തരാഖണ്ഡ് രൂപീകൃതമാകുന്നത്. ഗംഗാ നദിയുടെ തീരത്തുള്ള കാൺപൂർ എന്ന പട്ടണം ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണവും ഈ കാൺപൂരാണ്. കാൺപൂർ ഉത്തർപ്രദേശിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പട്ടണം കാൺപൂരാണ്. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക തലസ്ഥാനവും കാൺപൂരാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. ഗംഗാ നദിയുടെ തീരത്തുള്ള കനൗജ് എന്ന പട്ടണം ഉത്തർപ്രദേശിലാണ്. അലഹബാദ് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ്. പ്രയാഗ് എന്നത് അലഹബാദിൻ്റെ പഴയ പേര്. നെഹ്റുവിൻ്റെ കുടുംബ വീടായ ആനന്ദ് ഭവൻ, അക്ബറിൻ്റെ കോട്ട ഇവ പ്രയാഗിലാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന അലഹബാദ് യൂണിവേഴ്സിറ്റിയും ഇവിടെയാണ്. അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് എന്ന സ്ഥലത്താണ്. ഇവിടെ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികൾ സംഗമിക്കുന്നു. സരസ്വതി നദിയെ കണ്ടെത്താൻ ഖനനം നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. കാണാൻ കഴിയാത്ത നദി, ഇൻവിസിബിൾ റിവർ എന്നറിയപ്പെടുന്നത് സരസ്വതി നദിയെയാണ്. ത്രിവേണി സംഗമം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ്. 3 നദികൾ സംഗമിക്കുന്നത്, അതായത് ഗംഗ, യമുന, സരസ്വതി. പാതാള ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. ഗംഗാ നദിയുടെ തീരത്തുള്ള മിർസാപൂർ പട്ടണവും ഗാസിപൂർ പട്ടണവും ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദിയുടെ തീരത്തുള്ള പാട്ന എന്ന പട്ടണം ബീഹാറിലാണ്. ഇത് ബീഹാറിൻ്റെ തലസ്ഥാനവുമാണ്. പുരാതന കാലത്ത് പാടലിപുത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മഹാത്മാഗാന്ധി സേതു ഇവിടെയാണ്. അതായത് ഗംഗാ നദിക്ക് കുറുകെയുള്ള പാലമാണ് മഹാത്മാഗാന്ധി സേതു. ഈ പാലം പാട്നയെ ഹാജിപ്പൂരുമായി ബന്ധിപ്പിക്കുന്നു. ഹാജിപ്പൂർ ബീഹാറിലെ വൈശാലി ജില്ലയിലെ ഒരു പട്ടണമാണ്. ഈ പാലത്തെ ഗാന്ധി സേതു എന്നും ഗംഗാ സേതു എന്നും വിളിക്കുന്നു. ബീഹാറിലെ ഏറ്റവും വലിയ പട്ടണം പാട്ന. ഭഗൽപൂർ ബീഹാർ സംസ്ഥാനത്തിലാണ്. കൊൽക്കത്ത പശ്ചിമ ബംഗാളിലാണ്. ഭഗൽപൂർ ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ്. ബംഗാളിലെ ഏറ്റവും വലിയ പട്ടണം കൊൽക്കത്ത. കൊൽക്കത്ത പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ്. ഗംഗാ നദിയെ ശുചീകരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഇത് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. അടുത്ത പദ്ധതി നമാമി ഗംഗ.
ഇത് 2014 നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച പദ്ധതി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയിലെ നദി ഗംഗ. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ യമുന, സോൺ, രാംഗംഗ, ഗോമതി, ഗണ്ഡക്, കോസി, ഘാഗ്ര. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുന. യമുനയുടെ നീളം 1376 കിലോമീറ്റർ. ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്ന്. തുടർന്ന് ഡൽഹി, ആഗ്ര തുടങ്ങിയ നഗരങ്ങളുടെ ഒഴുകി പ്രയാഗിൽ വച്ച് ഗംഗയുമായി ചേരുന്നു. തെക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി സോൺ. സോൺ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ട് പീഠഭൂമി. സോൺ നദി ഗംഗയുമായി ചേരുന്നത് ബീഹാറിലെ പാട്നയിൽ വെച്ച്. മഗധ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പാടലിപുത്രം സോൺ നദിയുടെ തീരത്താണ്. ഇന്ന് ഈ പാടലിപുത്രം പാട്ന എന്നറിയപ്പെടുന്നു. ഗംഗാ നദിയുടെ രണ്ടാമത്തെ വലിയ പോഷക നദിയാണ് സോൺ. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. തെക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും വലിയ പോഷക നദി സോൺ. രണ്ടാമത്തെ വലിയ പോഷക നദിയും സോൺ. സോൺ നദിയുടെ ഒരു പോഷക നദിയാണ് റിഹത്ത്. റിഹൻ നദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ സർഗുജ ജില്ലയിലെ മലനിരകൾ. ഈ റിഹൻ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് റിഹന്ത് നദിയിലാണ്. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയായ രാംഗംഗ, അതിൻ്റെ ഉത്ഭവം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ നൈനിറ്റാൾ ജില്ലയിൽ. ഈ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് രാംഗംഗ. ഗംഗയുടെ പോഷക നദിയായ ഗോമതി നദിയുടെ ഉത്ഭവം ഉത്തർപ്രദേശിലെ ഫിലിഭിത്ത് ജില്ലയിലെ ഫൂലാർ തടാകം. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. ലക്നൗ നഗരം ഗോമതി നദിയുടെ തീരത്താണ്. ലക്നൗ നഗരത്തെ നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പട്ടണം കാൺപൂർ. കാൺപൂർ ഗംഗാ നദിയുടെ തീരത്താണ്. ഗംഗയുടെ പോഷക നദിയായ ഗണ്ഡക് നദിയുടെ ഉത്ഭവം നേപ്പാളിലെ ഹിമാലയ പർവ്വതനിരകളാണ്. ഈ നദിയെ കാളി ഗണ്ഡകി എന്നും നാരായണി എന്നും വിളിക്കുന്നു. കോസി നദിയുടെ ഉത്ഭവം ടിബറ്റൻ പീഠഭൂമിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഘാഗ്ര. ഈ നദിയുടെ ഉത്ഭവം ഹിമാലയൻ പർവ്വതനിരകൾ. ടിബറ്റിൽ ഘാഗ്ര നദിയെ കർണാലി എന്ന് അറിയപ്പെടുന്നു. ഘാഗ്ര നദിയെ സരയൂ എന്നും വിളിക്കുന്നു. വിക്രമശില വന്യജീവി സങ്കേതം ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ. ഗംഗാ ഡോൾഫിനെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഗംഗാ ഡോൾഫിനെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം വിക്രമശില വന്യജീവി സങ്കേതം ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിനെയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ പുണ്യനദി ഗംഗ. ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗംഗ. ഋഗ്വേദത്തിൽ പുണ്യനദിയായി അറിയപ്പെടുന്നത് സരസ്വതി നദി. ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പദ്മ എന്ന പേരിലാണ്.